പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാളായാൽ ഓരോരുത്തരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിറകുകൾ കൊടുത്തുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് പറത്തിക്കൊണ്ടുപോകും. അപ്പോൾ സ്വർഗത്തിൽ വന്നിരിക്കുന്ന ഈ ടീമിനെ കണ്ട മലക്കുകൾ ചോദിക്കും, ഹൽ റഅയ്തുമുൽ ഹിസാബ, അല്ല നിങ്ങൾക്ക് വിചാരണ ഉണ്ടായില്ലേ? ആളുകൾ അവിടെ നിസ്കാരക്കാരും നോമ്പുകാരൊക്കെ വിചാരണയിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് വിചാരണയില്ലേ? അപ്പോൾ അവർ പറയും, മാ റഅയ്നാ ഹിസാബ, ഞങ്ങളൊരു വിചാരണ കണ്ടില്ല. ഹൽ ജസൈതുമുസ് സിറാത്ത, സിറാത്തുപാലം കണ്ടില്ലേ? ഞങ്ങളൊരു സിറാത്തുപാലവും കണ്ടില്ല. നിങ്ങൾ നരകം കണ്ടില്ലേ? ഞങ്ങൾ നരകം കണ്ടില്ല. അള്ളാഹു നേരെ ഖബറിൽ നിങ്ങളെ സ്വർഗത്തേക്ക് കൊണ്ടുവന്നു. ഈ സൗഭാഗ്യം മാതാ ഫദ്ലുക്കും, എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഈ സാധുക്കളായി മുഅ്മിനീങ്ങളോട് ചോദിക്കുമ്പോൾ അവിടെ കുറച്ച് സഹോദര സഹോദരിമാർ അവിടെ വന്നിരിക്കുന്നത്, സ്ത്രീ പുരുഷന്മാർ, അവരോട് എന്താ കാരണം ചോദിക്കുമ്പോൾ ആ കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കാതിലൂടെ കൽബിലേക്ക് തുളഞ്ഞു കയറണം. ആ കാരണം ഒരു ചിലവ് മുടക്കില്ലാതെ നമുക്കും നേടിയെടുക്കാൻ പറ്റും ഈ മഹത്വം. അതെങ്ങനെയാണെന്നറിയണ്ടേ? ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടാവാറുണ്ട്. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായ കുറച്ച് സമ്പത്താണെങ്കിൽ സൗകര്യമാണെങ്കിൽ പലപ്പോഴും കുറച്ച് നൽകാറുണ്ട്. ഈ അവസ്ഥകളിലെല്ലാം പല പ്രയാസങ്ങളും നമുക്ക് പരീക്ഷണാർത്ഥം തരാറുണ്ട്. ഈ അവസ്ഥയിലെല്ലാം നമ്മുടെ പ്രത്യേകമായ ശൈലി ഇടപെടൽ കൃത്യമായാൽ ഓക്കെയാണ്, ഈ സൗഭാഗ്യം കിട്ടും. അതേതാണ്, എങ്ങനെയാണ്, അതിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അൻവാർ ഫജൻ്റെ കുടുംബം കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടുത്തലുകൾ നമ്മളെ പ്രയാസപ്പെടുത്താറുണ്ട്. പലരുടെയും വാക്കിലുണ്ടാകുന്ന, നോക്കിലുണ്ടാകുന്ന, കമൻറ്റിലുണ്ടാകുന്ന, വോയിസുകളിൽ വരുന്ന പലതും നമ്മളെ സങ്കടപ്പെടുത്താറുണ്ട്. ജീവിതത്തിൽ ഇല്ലായ്മയുടെ, വല്ലായ്മയുടെ പ്രയാസം, ജീവിതത്തിൽ സാമ്പത്തികമായ ഐശ്വര്യം, ബറക്കത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, വലിയ സാമ്പത്തിക ഞെരുക്കം മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തരുന്ന എത്രയാണോ അള്ളാഹു തരുന്നത്, ആ തരുന്നതിൽ നമുക്ക് സന്തോഷവും ബറക്കത്തും, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. ഇതെല്ലാം, ഈ സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അള്ളാഹു നൽകാൻ വേണ്ടി കാരണമാകുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം ഹദീസിൽ കാണാൻ പറ്റും. ഇദാ ഖാന യൗമുൽ ഖിയാമത്തി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്ന് ഓരോ ആളുകളെയും എഴുന്നേൽപ്പിക്കുന്ന ശൈലി ഓരോ ശൈലിയാണ്. ഖബറിൽ നിന്ന് എല്ലാവരും ഒരേപോലെയല്ല മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വ്യത്യസ്ത കാറ്റഗറിയാണ്, ഗ്രേഡ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഖിയാമത്ത് നാളിലേക്ക് അള്ളാഹു ആളുകളെ കൊണ്ടുപോകുന്ന രീതി പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇദാ കാന യൗമുൽ ഖിയാമത്തി അംബത്തല്ലാഹു ലിത്വാഇഫത്തിൻ മിൻ ഉമ്മത്തി അജ്നിഹ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ടീമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ രണ്ട് മനോഹരമായ ചിറകുകൾ അവർക്ക് സമ്മാനിക്കും. അവരെ നടത്തിക്കൊണ്ടുപോകില്ല, അവർ പറന്നു പോകേണ്ടവരാണ്, അവർ പറക്കേണ്ടവരാണ്, വലിയ ബഹുമാനികളാണ് അവർ. അങ്ങനെ അവർക്ക് കൊടുക്കും. അങ്ങനെ ഫയതീറൂൻ മിൻ ഖുബൂരിഹിം മിനൽ ജിനാൻ. അതാണ് ഏറ്റവും രസകരമായത്. ഖബറിൽ നിന്ന് ഏത് ഹോജയും രാജാവും എല്ലാ മനുഷ്യരും പോകുന്ന എവിടേക്കാണ്? ഹിസാബിൻ്റെ ഭൂമിയിലേക്കാണ്, വിചാരണ കോടതിയിലേക്കാണ്, ഫലസ്തീനിൻ്റെ മണ്ണിലേക്കാണ്. അവിടേക്കാണ് വിചാരണയ്ക്ക് പോകുന്ന ഖിയാമത്ത് നാളിൽ. ആ വിചാരണയുടെ ഭൂമിയിലേക്ക് എല്ലാവരും പോകുമ്പോൾ ഇവർ പോകുന്ന കേട്ടാൻ ഫയതീറൂന മിൻ ഖുബൂരിഹിം മിനൽ ജിനാൻ, അവർ പോകുന്ന ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പറക്കുകയാണ്. അതിനിടയിലൊന്നും സ്റ്റോപ്പില്ല, നേരെ പോവുകയാണ്. അങ്ങനെ സ്വർഗത്തിലെത്തി അവർ സ്വർഗത്തിൻ്റെ മനോഹാരിതയിൽ ആർത്തുല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ ആർഭാടങ്ങളിലും അലങ്കാരങ്ങളിലും സന്തോഷത്തിൻ്റെ പറുദീസയിൽ അവർ വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടെ ഹാജരായി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സംഭവം? നിങ്ങളാരാണ്? അപ്പോൾ അവർ പറയും, നഹ്നു അഹ്ലുൽ ഫള്, ഞങ്ങൾ ഫളിൻ്റെ ആൾക്കാരാ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകമായ ശ്രേഷ്ഠത അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു കാറ്റഗറിയാണ്, വലിയ ബഹുമാനമുള്ള വലിയ പദവിയുള്ള കൗമാണ്, ടീമാണ് ഞങ്ങൾ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെ ഉമ്മത്താണ്? മലക്കുകൾ ചോദിക്കുന്നുണ്ട്, മിൻ ഉമ്മത്തി മൻ അൻതും, നിങ്ങൾ ആരുടെ ഉമ്മത്ത് സമുദായത്തിൽപ്പെട്ട ആളാ? അപ്പോൾ അവർ പറയുന്ന മറുപടി, മിൻ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ടതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ
ഈ മലക്കുകൾ ഇവരോട് ചോദിക്കുകയാണ്, ഈ സ്വർഗത്തിൽ ഇങ്ങനെ പിന്നെ അവിടെ വിചാരണ നടക്കുന്ന സമയത്ത് ഇവിടെ സ്വർഗത്തിൽ ഇവർ സന്തോഷത്തോടെ അപ്പോൾ ചോദിക്കുകയാണ്, അവരോട് ചോദിക്കുന്നുണ്ട്, ഹൽ റഅയ്തുൽ ഹിസാബ, അല്ല നിങ്ങൾ വിചാരണ കണ്ടില്ലേ? അവിടെ നിസ്കരിച്ച ആളുകളതാ, നോമ്പെടുത്ത ആളുകളതാ, ഹജ്ജ് ചെയ്ത ഹാജിമാരും ഹജ്ജുമ്മമാരൊക്കെ വിചാരണക്ക് നിൽക്കുകയാണ്. ഹൽ റഅയ്തുൽ ഹിസാബ, അല്ല നിങ്ങൾ വിചാരണയൊന്നും കണ്ടില്ല, ഹിസാബ് ഉണ്ടായില്ല. അപ്പോൾ മാ റഅയ്നാ ഹിസാബ, നിങ്ങൾ എന്താ മലക്കളി പറയുന്നത്? വിചാരണയോ? എന്ത് വിചാരണ? ഞങ്ങളൊരു വിചാരണയും കണ്ടില്ല. അപ്പോൾ മലക്കൾ ചോദിക്കും, ഹൽ ജസൈതുമു സിറാത്ത, അല്ല നിങ്ങൾ സിറാത്ത് കടന്നില്ലേ? സിറാത്ത് പാലം കടക്കാതെ സ്വർഗത്തിലേക്ക് പോകാൻ ഓപ്ഷൻ ഇല്ലല്ലോ, കടക്കാതെ ആരും കയറൂലല്ലോ. നിങ്ങൾ സിറാത്ത് കണ്ടില്ലേ? ഹൽ ജസൈതുമു സിറാത്ത, ലാ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ സിറാത്തൊന്നും കണ്ടില്ല, ഞങ്ങൾ നേരെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് വരികയാണ് ചെയ്തത്. ഹൽ റഅയ്തും ജഹന്നം, നിങ്ങൾ നരകം കണ്ടില്ലേ? നരകം കാണാതിരിക്കുമല്ലോ, അതിൻ്റെ മീത് കൂടല്ലേ വരുന്നത്, നരകം കണ്ടില്ലേ? അപ്പോൾ പറയും മാ റഅയ്നാ ശൈഅ, ആ മലക്കുകളെ എന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഈ പറയുന്ന ഒരു സംഗതിയും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞങ്ങളെ അല്ലാഹു ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് ഖബറിന്ന് പറന്നു വന്നതാണ് എന്ന് ഈ അടിമകൾ, ഈ ടീം പറയുമ്പോൾ മാദാ ഫദ്ലുക്കും, പിന്നെ മലക്കുകൾക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ? ഇവർക്ക് ഈ വലിയൊരു എക്സ്പീരിയൻസ്, അനുഭവം, ഈ വലിയൊരു ഭാഗ്യം എങ്ങനെ വന്നു കിട്ടി എന്നാണ് മലക്കുകൾക്ക് അറിയേണ്ടത്. എങ്ങനെയാണ്? മാദാ ഫദ്ലുക്കും, എന്താ നിങ്ങളുടെ മഹത്വം, എന്താ നിങ്ങൾ ഭൂമിയിൽ എന്ത് അമൽ ചെയ്തിട്ടാണ് ഈ അവസ്ഥയിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. മറ്റൊരാൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, മറ്റൊരാൾ നമ്മൾക്ക് എതിരെ വോയിസ് പറയുമ്പോൾ, നമ്മളെ കളിയാക്കുമ്പോൾ, നമ്മളെ സമൂഹത്തിനിടയിൽ വേദനിപ്പിക്കപ്പെടുമ്പോൾ, തീർച്ചയായും അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുമ്പോൾ, ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടു, അത് കാരണം ഉണ്ടാകാതിരിക്കട്ടെ, ഒരാൾ നമ്മളെക്കുറിച്ച് പിന്നെ വേദനിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞു, പക്ഷേ നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചില്ല, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചു. പടച്ചോനെ, എനിക്ക് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ പറയാനറിയാം, അവൻ 2 പറഞ്ഞാൽ 4 പറയാൻ എനിക്കറിയാം, പക്ഷേ ആ ഉമ്മ, ആ സഹോദരൻ സൈലൻ്റ് ഓപ്ഷനിൽ ഒന്നും മിണ്ടിയില്ല, ക്ഷമിച്ചു. പലരും പല രീതിയിലും ആക്രമിച്ചു, വാക്കുകൾ കൊണ്ടും നോക്കുകൾ കൊണ്ടും പലതും ആക്രമിച്ചു, അതിനൊന്നും ഒരു ജവാബുമില്ല, അതൊക്കെ ക്ഷമിച്ചു കൊടുത്തു. കണ്ടോ, ഭയങ്കര പുണ്യമാണ്. അവർ പറയാം, എന്താ നിങ്ങളുടെ ഈ ശ്രേഷ്ഠതയുടെ കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഹദീസിൽ കാണാം, കുന്നാ ഇദാ ളുലിംനാ സുബർനാ വഇദാ ഉസീഅ ഇലൈനാ അഫൗനാ വഇദാ ജുഹില അലൈനാ ഹലുംനാ. ഞങ്ങൾ ഈ വലിയ പദവിയിലേക്ക് വരാൻ കാരണം ജീവിതകാലം മുഴുവൻ ഊണ് ഉറക്കൂലാതെ നിസ്കരിച്ചുകൊണ്ടല്ല, 365 ദിവസവും നോമ്പ് പിടിച്ചതുകൊണ്ടല്ല, ഒരു ദിവസം 2 ഖത്തം ഇത് ഓതിയത് കൊണ്ടല്ല, പിന്നെ ഞങ്ങൾക്ക് ഈ മഹത്വം അല്ലാഹു തരാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം, വേറെ ഒന്നുമല്ല. ഇദാ ളുലിംനാ സബർന, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, ഞങ്ങൾ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ ഞങ്ങൾ സബർന, ഞങ്ങൾ ക്ഷമിക്കും. ഞങ്ങളിങ്ങനെ അക്ഷമരായതുകൊണ്ട് വേറെ വല്ല നേട്ടം ഉണ്ടാവുമോ? ഒരാൾ ഇങ്ങോട്ടെന്ന് പറഞ്ഞു, ഞാൻ 4 അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഒരു നേട്ടം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഒരാൾ ഞങ്ങളെ വേദനിപ്പിച്ചു, ഞങ്ങൾ ആ ബന്ധമൊക്കെ മുറിച്ച് കളഞ്ഞ് മാറി, ഇനി ആ മിണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കോ അവനകല്ലോ എന്തെങ്കിലും ലാഭമുണ്ടോ? നഷ്ടമല്ലാതെ ഒന്നുമില്ല. ഇദാ ളുലിംനാ സുബർന, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കുന്നവരാണ്, ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകില്ല, ഞങ്ങൾ അതേ നാണയത്തിൽ റിട്ടേൺ കൊടുക്കില്ല. അപ്പോൾ ഇദാ ഉസീഅ ഇലൈനാ അഫൗന, എന്തെങ്കിലും ഞങ്ങളിലേക്ക് പിന്നെ വേദനിപ്പിക്കപ്പെടുന്ന സംഗതി ഉണ്ടായാൽ അഫൗന, ഞങ്ങൾ മാപ്പ് കൊടുക്കും. അത് കുഴപ്പമില്ല, സാരമില്ല, അതങ്ങനെ ആയിക്കോട്ടെ, അള്ളാഹു മാപ്പാക്കട്ടെ, ഞങ്ങൾ മാപ്പാക്കുക, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞങ്ങൾ പറയും. അല്ലാതെ ജീവിതകാലത്ത് ഞാൻ പൊരുത്തപ്പെട്ടിരില്ല, മരിച്ചാലും പൊറുക്കൂലടാ എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തു അവർക്ക്. ഇതാണ് അവർ പറയുന്ന ടീം പറയുന്നത്. മാത്രമല്ല, ഇദാ ജുഹില അലൈനാ ഹലുംന, ഞങ്ങളോട് ആരെങ്കിലും അവിവേകം കാണിച്ചാൽ, എല്ലാവരും ഞങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവരാകണമെന്നില്ല, പക്വതയുള്ളവരാകണമെന്നില്ല, ബോധവും വെളിവുണ്ടായിക്കൊള്ളുന്നില്ല, പലർക്കും പല രീതിയിലുള്ളത്. അതുകൊണ്ട് അവർ ഞങ്ങളോട് കാണിച്ച വിവരക്കേട്, ഈ അറിവില്ലായ്മ, തിരിച്ചറിവില്ലായ്മ, ഞങ്ങൾ അങ്ങോട്ട് മാപ്പ് കൊടുക്കുകയാണ്, ഞങ്ങൾ സഹിച്ചു. അത് ഓൻ വിവരമില്ലാത്തതുകൊണ്ട് പറയല്ലേ, അല്ലെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ലേ, അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു, ആ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൗർബല്യ നിമിഷത്തിലാണ് സംഭവിച്ചത്, അല്ലാതെ മോശക്കാരായിട്ടല്ല, ഞങ്ങളത് മാപ്പ് കൊടുത്തു എന്ന് പറയുന്നൊരു ശൈലി തീർച്ചയായും അല്ലാഹുവേ ഞങ്ങൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, കേട്ടോളൂ, അവരുടെ മറുപടിയിൽ ഹദീസിൽ ഇങ്ങനെയും കാണാം, കുന്നാ ഇദാ ഖലൗനാ നസ്തഹി അൻ നഅസിയഹു, അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾ
സമൂഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അതേ ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾ ഒറ്റക്കാകുമ്പോഴും. ഞങ്ങളുടെ ഭാര്യയുടെ കൂടെ ഞങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒറ്റക്ക് റൂമിൽ നിന്നിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഭാര്യ അടുത്തുണ്ടാകുമ്പോൾ ഒരു രീതിയും, ഭാര്യ അടുത്തുനിന്ന് പോകുമ്പോൾ ഭർത്താവ് അടുത്തുനിന്ന് മാറുമ്പോൾ വേറൊരു രീതിയും. അങ്ങനെയില്ല. ഞങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിലുണ്ടാകുമ്പോൾ തന്നെയാണ് ഞങ്ങൾ ഒറ്റക്കുണ്ടാകുമ്പോഴും. ഞങ്ങൾ പ്രത്യേകിച്ച് കളങ്കമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ തെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒറ്റക്കുണ്ടാകുമ്പോൾ ആരും അറിയില്ലാത്ത കഴിയുമ്പോൾ തെറ്റുകളിലേക്ക് പോവുക, അത് ഞങ്ങൾക്ക് ലജ്ജയാണ്. കാരണം ആരും അറിയാത്തൊരു സന്ദർഭമില്ല. നീ ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കാഴ്ചയുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരേപോലെയാണ്. ഞങ്ങൾ നിന്നെ ഭയപ്പെടുകയാണ് ഒറ്റക്കാകുമ്പോഴും. വനർലാബിൽ യസീരി മിമ്മ ഖുസിമലന, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് കണക്കാക്കി തന്നത്, ഇന്ന് ഞങ്ങൾക്ക് 100 രൂപയാണ് കിട്ടിയതെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ന് നീ തരാൻ തീരുമാനിച്ചത് 100 ഞങ്ങൾ എത്ര തലകുത്തി പറഞ്ഞാലും അത് 101 ആവൂല എന്ന് ഞങ്ങൾക്കറിയാം. നീ തന്നതിൽ ഞങ്ങൾക്ക് പൊരുത്തായിരുന്നു. അള്ളാഹുവെ നീ ഇത്രയല്ലേ തന്നത്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, സന്തോഷമാണ്, ഒരു പരാതിയും വിഷമവും ഞങ്ങൾക്കില്ല. അല്ലാ, നീ തരുന്നതിൽ ഞങ്ങൾ തൃപ്തിയോടുകൂടെ മുന്നോട്ട് പോയവരാണ്. ഈ ഒരു ക്വാളിഫിക്കേഷനാണ് ഞങ്ങൾക്ക് ഈ വലിയ സൗഭാഗ്യത്തിന് കാരണമായത് എന്ന് ആ സ്വർഗാവകാശികളായ ഏറ്റവും ഉന്നതമായ റേഞ്ചിലുള്ള മുഅ്മിനീങ്ങൾ മറുപടി പറയുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ഇല്ലായ്മ വരുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന കുറച്ചാണെങ്കിലും ആ കുറച്ചിൽ നമ്മൾ സന്തോഷത്തോടുകൂടെ, നമ്മൾ റാഹത്തോടുകൂടെ അതിനെ നേരിടുക, മാപ്പ് കൊടുക്കുക, ക്ഷമയുള്ളവരാകുക, അഫുള്ളവരാകുക, ഹെൽമുള്ളവരാകുക, വിവേകത്തോടെ, വികാരം നിയന്ത്രിച്ച് വിവേകത്തോടെ ജീവിക്കുക. വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ, വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله